ഇന്ന് ഞാനും എന്റെ സന്തത സഹചാരിയും കൂടെ പത്തനംതിട്ടയിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ട സാധനം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഷോപ്പിലോട്ട് തന്നെ കയറി. പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒയാസസ് കിച്ചൺ സ്റ്റോർ ആയിരുന്നു അത്. ഞാനൊരു ഗിഫ്റ്റ് ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഒരു വട്ടപാത്രം തുറക്കാനുള്ള പെടാപ്പാടാണ് നിങ്ങളെ കണ്ടത്. ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റി വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഓടി നടന്ന് ഉള്ള എല്ലാ കുപ്പിയും എടുത്തു വെച്ച് ഇങ്ങനെ നോക്കി. എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണ്, ഇങ്ങനെ തൽക്കൊയ്ത്ത് സാധനങ്ങളോടൊക്കെ. വാട്ടർ ബോട്ടിൽസ് മാത്രമല്ല, വെറൈറ്റി ടിഫിൻ ബോക്സും ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രം തന്നെ ഇതാണ്. ഞാൻ ഈ കുപ്പിയും പാത്രവും ഒക്കെ ഓടി നടന്ന് നുള്ളി പറക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇപ്പൊ മേടിക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ കടയിലെ ചേട്ടൻ കുറേ വാട്ടർ ബോട്ടിൽസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. ഞാൻ പിന്നെ എല്ലാം എടുത്ത് പിടിച്ചിട്ട് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത്. സത്യം പറഞ്ഞ അപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞത്. എന്റെ കോളേജ് സ്കൂളൊക്കെ കഴിഞ്ഞു, എനിക്കിനി ഇതൊന്നും ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ സ്കൂൾ ഉറപ്പൊക്കെ വരുവാണല്ലോ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിൽസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഒരു അടുക്കളയിലോട്ട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. തേങ്ങ തിരുമുന്ന ദണ്ട് ഈ സാധനം ഞാൻ നോക്കി വെച്ചേക്കും, ഇതിനി അടുത്ത വരവിന് വാങ്ങിക്കണം. അമ്മയും കൊണ്ടെങ്ങാനും ഞാൻ ഇവിടുന്ന് വന്നായിരുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വിളിച്ച് വീട്ടിലോട്ട് പോയിട്ട് വന്നേനെ. കാരണം എൻ്റെ അമ്മയ്ക്ക് ഇതുപോലൊക്കെ തന്നെ വെറൈറ്റി പാത്രങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിന് വല്ലാത്തൊരു വിരിവിരിപ്പാണ്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ എന്ത് വാങ്ങിക്കാനാ വന്നേന്ന് പോലും മറന്നു. അങ്ങനെ എനിക്ക് വേണ്ട സാധനവും മേടിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ചേട്ടന്റെ വീട് വകയാറാന്നുള്ള കാര്യം. എന്നെ നേരത്തെ അറിയാവുന്ന കൂടെ പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയാവുന്നവരെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ എന്നെ അറിയാവുന്നവരാണ് ഈ നാട്ടിലുള്ളത്. അങ്ങനെ അവിടുന്ന് സാധനവും മേടിച്ച് ഞാൻ ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഇന്ന് അത്രയ്ക്ക് ഉള്ളൂ. ടാറ്റാ ബൈ.